കാലവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കിയിൽ പെയ്ത മഴയിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തത്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഉണ്ടായി. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു. 5ലധികം വാഹനങ്ങൾക്ക് മുകളിലായാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായി കേടുപാടുകളും സംഭവിച്ചു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ 2ാം ഘട്ടം ഇടിഞ്ഞു. അന്നേരത്തേക്കാണ് കുറേ വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും ഇതെല്ലാം അവിടെ വന്ന് 2-3 വണ്ടി താഴെ കിടപ്പുണ്ട്. അതിൽ ഒരു വണ്ടിയാണ് ഇത്. കരിപ്പലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീടിനുള്ളിലുണ്ടായിരുന്ന യുവതി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വീടിൻ്റെ പകുതി ഭാഗം പോയത് അത് മണ്ണിടിഞ്ഞു വീണതായല്ലോ. ഒരാൾക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു കുട്ടിക്ക് ഇത് കട്ടയൊക്കെ വീഴൊക്കെ ഉണ്ടാക്കി. പൂച്ചപ്ര ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത്. മൂലമറ്റത്തുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാത ശനിയാഴ്ച രാവിലെ ഭാഗികമായി തുറന്നു. മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തിയതോടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ കരകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.